കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബിനു എന്ന് പറയുന്ന ഒരു സഹോദരൻ നമ്മളോടൊപ്പം കടന്നു വന്നിട്ടുണ്ട്. പ്രിയമകനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഓപ്ഷോറിൽ വർക്ക് ചെയ്യുന്ന സഹോദരനാണ്, ചോദിച്ച് കടന്നു വന്നാണ്. പ്രിയമകനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. 91-ാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിവിധ നാമങ്ങളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത്യുന്നതൻ, സർവശക്തൻ, യഹോവ, സ്തോത്രം. ഇങ്ങനെയുള്ള ദൈവം, ഇങ്ങനെയുള്ള നാമങ്ങൾ. മോശയാണ് 90-ാം സങ്കീർത്തനം എഴുതപ്പെട്ടത്. ബൈബിളിൽ ആദ്യത്തെ സങ്കീർത്തനം മോശ എഴുതിയ സങ്കീർത്തനമാണ്. സ്തോത്രം. നമ്മൾ വായിക്കുന്ന 1-ാമത്തെ സങ്കീർത്തനം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും എന്നുള്ള സങ്കീർത്തനമല്ല ഒന്നാമത്തേത് എഴുതിയത്. ഈ 90-ാം സങ്കീർത്തനമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ്, അതെ സ്തോത്രം, ഇതല്ല 90-ാം സങ്കീർത്തനമല്ല നമ്മൾ വായിച്ച് തുടങ്ങേണ്ടത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ എന്നുള്ളത് വേണം നമ്മൾ വായിച്ച് തുടങ്ങാൻ. അടിസ്ഥാനം അവിടെയാണ്. അതുകൊണ്ടാണ് ഒന്നാമതായി അത് കൂട്ടിച്ചേർത്തു. 90-ാം സങ്കീർത്തനം മോശയാണ് എഴുതിയത്. സ്തോത്രം. മോശയുടെ സഹോദരനായ, മോശയേക്കാൾ 3 വയസ്സിന് പ്രായമുള്ള, സ്തോത്രം, കൂടുതലുള്ള അഹരോൻ, സ്തോത്രം, മരിച്ചപ്പോൾ ആ സമയത്ത് തകർന്ന ഹൃദയത്തോട് മോശ പാടുന്ന പാട്ടാണ് 90-ാം സങ്കീർത്തനം. സ്തോത്രം. അവൻ്റെ മോശ ഒരു വിക്കനാണ്. മോശ പറയുന്നത് അഹരോൻ ഏറ്റുപറയുകയായിരുന്നു. മോശ പറയുന്നത് മറ്റുള്ളവർക്ക് അത് ടൈമെടുത്ത് മനസ്സിലാകാതിരിക്കുമ്പോൾ അതിനുവേണ്ടി ദൈവം ആക്കി വെച്ച ആളാണ് അഹരോൻ. ആ അഹരോൻ പോയി. ഇനിയും മോശയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ, സ്തോത്രം, അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. തൻ്റെ ചെറുപ്പം മുതൽ തൻ്റെ എല്ലാമായിരിക്കുന്ന സ്വന്തം സഹോദരനാണ്. ആ സമയത്ത് പറയുകയാണ്, പറഞ്ഞ തുടങ്ങുകയാണ്, കർത്താവേ സ്തോത്രം, എൻ്റെ സഹോദരൻ, എനിക്കൊരു സഹായമായിരുന്ന പ്രിയപ്പെട്ടവൻ കടന്നുപോയെങ്കിലും കർത്താവേ, നീ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാണ്, നീ ഒരിക്കലും മാറിപ്പോകുന്നവനല്ല എന്ന് പറഞ്ഞാണ് 90-ാം സങ്കീർത്തനം സ്തോത്രം പാടിയത്. ആ മോശ തന്നെയാണ് ഈ 91-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അതിനെ തുടർന്ന് നമുക്ക് കാണാൻ പറ്റും, ആ ദൈവത്തെക്കുറിച്ചുള്ള മോശയുടെ കാഴ്ചപ്പാടാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതയും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. സ്തോത്രം. അത്യുന്നതൻ്റെ മറവിൽ. സ്തോത്രം. മരുഭൂമിയിലൊക്കെ അവർ കഴിഞ്ഞവരാണ്. അപ്പം ഒരു തണലുമില്ലാത്തപ്പോൾ ഞാൻ ആരുടെ തണലാണ്? ഇന്ന് പകൽക്കാലം ഈ പട്ടണത്തിൽ നാം ആയിരിക്കുമ്പോൾ, മരുഭൂമിയിലായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ തണലിലാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ തണലിലാണ്. വിവിധ ആവശ്യങ്ങളുടെ മുമ്പത്തെ വിവിധമായ ഭാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, സ്തോത്രം കർത്താവേ, സ്തോത്രം, അവിടുന്ന് ഞാൻ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നു, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നു. ആ കർത്താവിൻ്റെ സങ്കേതമാണ്. സ്തോത്രം. അതിനകത്ത് ഹല്ലേലൂയ, സ്തോത്രം, പറയുന്ന പല രാത്രി നോക്കിയാണ് 5-ാമത്തെ വാക്യത്തിൽ രാത്രിയിലെ കണ്ടോ, ദൈവം നമ്മളോട് പറയുകയാണ്, നമുക്ക് പേടിപ്പാനില്ല. സ്തോത്രം. ഇനിയും വേറൊന്നും പറയാനില്ലല്ലോ. രാത്രിയിലെ ഭയത്തെയും, പകൽ പറക്കുന്ന അസ്ത്രം, രാത്രിയായി പകലായി, സ്തോത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, സ്തോത്രം, ഇതെല്ലാം ഉള്ളതാണ്. ഒരു ദൈവപൈതൽ ഇതിനെ ഒന്നും പേടിക്കാനില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ എല്ലാ വരികളും, 11-ാം വാക്യം, നിന്റെ എല്ലാ വരികളിലും മതി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾ പ്രത്യാശയുള്ളവരാണ്. ഞാനിന്ന് രാവിലെ ഇങ്ങനെ സ്തോത്രം സഹോദരനോട് പറയാനിടയായി, ഒറ്റ നിമിഷം കൊണ്ടാണ് ദൈവമക്കളുടെ പ്രൊമോഷൻ. ഏറ്റവും വലിയ പ്രൊമോഷൻ എന്തോ?
എപ്പോഴാണ് ഏറ്റവും വലിയ പ്രൊമോഷൻ ഉണ്ടാകും കിട്ടുന്നേ? എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു. നമ്മൾ എപ്പോൾ നമ്മളുടെ പ്രാണൻ വിടുമോ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വിടുമോ, ആ സമയത്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ. ആ പ്രൊമോഷനെ അതെത്ര മഹത്വമുള്ളതാണെന്ന് ആർക്കും വിവരിക്കാൻ കഴിയത്തില്ല. ഒരുത്തർക്കും അത് വിവരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നോക്കണം, സ്തോത്രം. പാതാളത്തിൽ കിടക്കുന്ന ധനവാനായ മനുഷ്യൻ എങ്ങനെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. അബ്രഹാമിനോട് പറയുകയാണ്, ആ ലാസറിനെയെങ്കിലും ഇങ്ങോട്ട് നയിക്കണം, ഞാനിവിടെ യാതന അനുഭവിക്കുന്നു. എന്നാൽ നിത്യ കർത്താവിൻ്റെ സന്നിധി ചെല്ലുന്ന ഒരു മനുഷ്യൻ പിന്നെ അവിടെ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര വലിയ പ്രൊമോഷനാണ്. അതുകൊണ്ടാണ് ഈർച്ചവാണിലാണ് അറക്കുമ്പോൾ, മൃഗത്തിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ, സ്തോത്രം, തീ വെച്ച് വണ്ടിയിലിട്ടിട്ട് ആ അപ്പനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ തീ വെച്ച് കൊല്ലുമ്പോഴും, ഹല്ലേലൂയ, അവരുടെ മഹത്വം അത്ര വലുതാണ്. ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുമ്പോൾ ഈ ലോകത്തിലെ സുഖത്തിന് വേണ്ടി മാത്രമല്ല, ദൈവത്തോട് പറയും, ഈ ലോകത്തിലെ സുഖത്തിന് നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, അതല്ല ദൈവം എനിക്ക് തരും. അതിനേക്കാളുപരി ഞാൻ നിത്യതയെ കുറിച്ച് കണ്ടാണ് എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരാണ്. ഈ ലോകത്തിൽ നല്ല കാറ് കിട്ടാൻ, നല്ല ഭവനം ലഭിക്കാൻ, നല്ല ജീവന സാഹചര്യം ലഭിക്കാനാണ് നീ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നീ ദുഷ്ടനാണ്. സകല മനുഷ്യരിലും നീ അരിഷ്ടനാണ്. അതല്ല വലുത്. സ്തോത്രം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അതുകൊണ്ട് ഇതിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ആ പ്രൊമോഷൻ. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക്, സ്തോത്രം, മരണത്തെ ഒരിക്കലും ഭയമില്ല. പാട്ടുകാരൻ പറയുന്നത് പോലെ, മരണത്തെ ജയിച്ചവൻ്റെ മക്കൾക്കുണ്ടോ മരണഭയം? മരണത്തെ ജയിച്ചവൻ്റെ മക്കളാണ് ഞങ്ങൾ. മരണത്തെ ജയിച്ച യേശുക്രിസ്തുവിൻ്റെ മക്കളാണ്. ഞങ്ങൾക്ക് എന്തില്ല? മരണഭയമില്ല. മരണഭയം ഇല്ലെന്ന് മാത്രമല്ല, പിന്നെ മരണത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നവരാ. മരണമേ, നിന്റെ ജയം എവിടെ? മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണം ഒരു ഭയങ്കര വിഷയമാണ്. ഈ ശരീരത്തിൽ നിന്നും ജീവൻ പോകുന്നു. പക്ഷെങ്കിൽ അത് ഏതുമില്ലെന്നാ പറയുന്നത്. ഈ ലോകത്തിൽ 80, 90, 100 വയസ്സുകളൊക്കെ ജീവിച്ച് സർവ്വ കഷ്ടതയും ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളപ്പോഴും പറയുന്നു, ഈ കഷ്ടതയെല്ലാം കൂടെ നിത്യത ഓർത്താൽ ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. ഇത്രേ ഉള്ളെന്ന്. നിത്യത നീ ഓർത്താൽ മതി. ഈ ലോകത്തിലെ ഒരു കഷ്ടതയും ഞെരുക്കവും ബുദ്ധിമുട്ടും കടഭാരവും സാരമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഓരോ ദിവസം ആരാധിക്കുമ്പോൾ നമ്മൾ പ്രത്യാശ വർദ്ധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ശക്തമായ, സ്തോത്രം, അനുഗ്രഹമായ മീറ്റിംഗ് ആയിരുന്നു. ഒരു സഹോദരി വചനം സംസാരിച്ചു, വളരെ ശക്തമായിരുന്നു. സ്തോത്രം. അന്നേരം ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാനിടയായി. സ്തോത്രം. ദൈവസന്നിധി വന്നിരിക്കുക മാത്രമല്ല, ഇതൊക്കെ എപ്പോഴും പറയാൻ സമയമില്ല, ഒന്നാമത് സമയം തീർന്നു പോയി. സ്തോത്രം. ദൈവസന്നിധി വന്നിരിക്കുക മാത്രമല്ല, സ്തോത്രം, നമ്മുടെ കൈ ഒടിഞ്ഞു, നമ്മളെന്ത് ചെയ്തു? ഒരു 2 ആഴ്ച 3 ആഴ്ച, സ്തോത്രം, എന്ത് ചെയ്യും? പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ. പക്ഷേ കൈ അങ്ങ് ശരിയായി. ഇപ്പം പിന്നെ എന്തോ ചെയ്യണം? ഫിസിയോതെറാപ്പിക്ക് പോവുക. എന്താ കാര്യം? ദിവസങ്ങളോളം ഇതിങ്ങനെ തന്നെ ഇരുന്നത് കൊണ്ട് നൂരാൻ ബുദ്ധിമുട്ടാണ്. അതിന് പിന്നെ ദിവസങ്ങളോളം ഇതുപോലെ നമ്മൾ മൗനമായിരിക്കുമ്പോൾ, നമ്മൾ കരമടിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ പിശാച് പറയുന്നത് നീ ഇങ്ങനെയൊക്കെ ഇരുന്നു. ആ പിശാചിന്റെ പ്രവൃത്തിയെ നമ്മൾ പൊളിക്കണം. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. വായ വിസ്താരത്തെ തുറക്കണം. എൻ്റെ ജഡവും ആരാധിക്കുമ്പോൾ എൻ്റെ അന്തര അംഗവും എൻ്റെ ആത്മാവും സ്വന്തം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? സന്തോഷിച്ച് ആരാധിക്കുന്നു. അങ്ങനെ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്നവർ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞ് കാരാഗൃഹത്തിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പൗലോസും കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുക. ആമെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ
തേക്കും തടിയോ അതുപോലുള്ള തടി സ്തോത്രം തുളയുണ്ടാക്കി അല്ലെങ്കിൽ കാലിനകത്ത് കയറ്റിയിട്ട് പഠിച്ചിരിക്കുക, പിന്നെ അതിനെയും എടുക്കാൻ പറ്റത്തില്ല. കൈ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. പക്ഷേ അവര് പാടി, വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടാക്കാനൊന്നുമല്ല പാടി, ആരാധിച്ചു. അവിടെ വായിക്കുന്നു സ്തോത്രം, അവർ ദൈവത്തെ ആരാധിച്ചത് തടവുകാർ ശ്രദ്ധിച്ചു. അപ്പം മിണ്ടാതല്ലോ, ചുറ്റുപാടുമുള്ള തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ നാവ് തുറന്ന് നമ്മൾ പറയണം, ഇവിടുത്തുകാരെല്ലാം ഓടി വരണം. അവർ പറയണം, ഇവരുടെ നടുവിൽ ഇവരുടെ ദൈവം വന്നിരിക്കുന്നു. അവന് മഹത്വം കൊടുക്കാമോ? എത്രമാത്രം മഹത്വം കൊടുക്കാമോ അത്രമാത്രം മഹത്വം കൊടുക്കണം. സ്തോത്രം. അങ്ങനെ നമ്മൾ സ്തുതിച്ച് വന്നിരിക്കുമ്പോൾ തൊട്ട് തന്നെ കണ്ണുനീരോടും ഒക്കെ ദൈവത്തെ സ്തുതിച്ച് ദൈവം നടത്തിയ വരികളെ ഓർത്ത്, കർത്താവേ നിന്നെ ഓർത്തല്ലോ, നീ പരിശുദ്ധൻ. ചുമ്മാതെ വാക്കുകൾ മാത്രം പറയും, നീ പരിശുദ്ധൻ പരിശുദ്ധൻ, നീ സ്തുതിക്ക് യോഗ്യനാണ്, സ്തോത്രത്തിന് യോഗ്യനാണ് എന്ന് പറഞ്ഞ്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്തുതിച്ച് വരുമ്പോൾ അല്ലപ്പോൾ സ്തോത്രം, പിന്നെയും കുറച്ച് കഴിഞ്ഞ് സ്തോത്രം, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ സ്തോത്രം. ഇങ്ങനെ പറയുന്നതല്ല, ഇടവിടാതെ സ്തോത്രം. ഇങ്ങനെ ഇടവിടാതെ സ്തോത്രം പറയുമ്പോൾ ദൈവം നോക്കുമ്പോൾ ഈ കുഞ്ഞിന് സ്തുതിച്ചിട്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് മതി വരുന്നില്ല, അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. ഉടനെയാണ് ആ ഭാഷ എടുത്ത് മാറ്റിയിട്ട് അന്യഭാഷ നമ്മുടെ നാവിൽ തരുന്നത്. അതിനാണ് അത് അടുത്തിരിക്കുന്നവർക്കൊന്നും അറിയത്തില്ല, ആരും അത് പഠിക്കാൻ പോകണ്ട, സ്തോത്രം, അതിന് വ്യാഖ്യാനിക്കാൻ പോകണ്ട. പിന്നെ ഇത് സത്യമാണോ? അപ്പം പിശാചും ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എങ്ങനെ അറിയാം സത്യമാണോ? നമ്മൾ പറയുന്ന അന്യഭാഷ യഥാർത്ഥമാണോ സത്യമാണോ എന്ന് എങ്ങനെ അറിയാം? ആരെങ്കിലും സർട്ടിഫിക്കറ്റ് തരണോ? വലിയ പ്രവാചകന്മാരോ വേണ്ട, ആരും പറയണ്ട. നമുക്ക് മനസ്സിലായില്ലെങ്കിലും നീ അത് പറയുമ്പോൾ നിന്റെ ഹൃദയം ദൈവവുമായിട്ട് ഏകാഗ്രമുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നെങ്കിൽ, നിന്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, നീ ദൈവം നടത്തിയ വരികളെ ഓർത്തുകൊണ്ട് നിന്റെ നാവിൽ വരുന്ന വാക്കുകളാണ് നീ പറയുന്നെങ്കിൽ, ഇനിയും ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. അത് ദൈവം നിന്റെ നാവിൽ തന്ന പുതിയ പാട്ടാ. അത് ദൈവം തന്ന പുതിയ പാട്ടാ. ഇനി ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. കാരണം എന്താ? നീ ആത്മീയ വർദ്ധന വരുത്തുന്നുണ്ട്. നീ ആത്മാവിനെ തന്നതിനാണ് ആത്മീയ വർദ്ധന വരുത്താൻ, ദൈവത്തോട് സംസാരിക്കാൻ. നീ ദൈവത്തോട് പറയുക, നീ എന്നെ ഓർത്തല്ലോ,